12 മന്ത്രിമാർ തോക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. 12 മന്ത്രിമാർ തോക്കും, 1 ഡസൻ മന്ത്രിമാർ തോക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ഭദ്രാണോ? കടുത്ത മത്സരം പ്രതിപക്ഷ നേതാവ് നേരിടുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുക ഭദ്രാണോ എന്ന് ചോദിക്കുക. അവിടെ ടൈസൺ മാസ്റ്റർ നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ്, പക്ഷേ കടന്നു വരുമെന്ന് അദ്ദേഹം കരുതുന്നു. ഒരു കാര്യം കൂടി, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനോട് ഇപ്പം നുണേശൻ എന്നൊരു പദപ്രയോഗം, അദ്ദേഹം പിന്നീട് നുണറായി എന്നൊരു പദപ്രയോഗം അദ്ദേഹം തന്നെ നടത്തി അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ കാണുന്നത് ഒരു വ്യക്തിപരമായിട്ട് അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ് ആരെയും. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. അത് പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് അത് നിങ്ങളില്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ആളെ എങ്ങനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമെന്ന് നോക്കുന്നൊരു കാലമാണിത്. അതിൽ ഏറ്റവും കൂടുതൽ ആ കാര്യം ചെയ്യുന്നത് കോൺഗ്രസും UDF ആണ്. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചും വന്നു വരും. അതാണ് സംഭവിക്കുന്നത്. പൊതുവെ CM-നെ അഭിവാദ്യം ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർ, നമ്മളിവിടെ എത്തുന്നത് TV-യിൽ കണ്ട് അവിടെ കാണാൻ പറ്റുമായിരിക്കും. പ്രവർത്തകരുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാണാൻ വന്നേക്കുന്ന വിനോദസഞ്ചാരികളുണ്ട്. ഓക്കെ, ആ വ്യക്തിയധിക്ഷേപം ആർക്കെതിരെയും പാടില്ല. അത് പാടില്ല എന്നുള്ള അഭിപ്രായം ആശയപരമായി നമുക്ക് എതിർക്കാം. അത് അത്രയും പാടും. അത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടി, പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പുണ്ടെങ്കിലും അങ്ങാ പദം ഉപയോഗിക്കില്ല. അത്രയും പാടും. അത്രയും പാടും. അങ്ങാ പദം ഉപയോഗിക്കില്ല. ഇല്ല, അത് ശരിയുമല്ല. അതിൽ നിന്ന് പിന്മാറില്ല. അങ്ങനെ എടുക്കുന്നത് ശരിയല്ല. അങ്ങനെ എടുക്കുന്നത് ശരിയല്ല. നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യങ്ങൾ ആക്ഷേപിക്കണം, ആക്ഷേപിക്കേണ്ട കാര്യങ്ങളെ ആക്ഷേപിക്കണം. പക്ഷേ വ്യക്തിപരമായ ആക്ഷേപമായിട്ടത് മാറരുത് തന്നെയാണ് എൻ്റെ നിലപാട്. മറ്റാരുണ്ട് LDF അല്ലാതെ?